ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഉടൻ വരാൻ പോകുന്ന ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുമായിട്ടാണ്. അത് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അതിൽ ജൂനിയർ സയന്റിഫിക് ഓഫീസർ എന്ന് പറയുന്നതാണ് തസ്തികയുടെ പേര്. കുറച്ചധികം നാളിന് ശേഷമാണ് PSC ഒരു പോസ്റ്റിലേക്കുള്ള നിയമനം നടത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വേക്കൻസി ഉണ്ടാകുമെന്ന് വേണം നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കാൻ. അപ്പം ഈ ഒരു വേക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ആദ്യമായിട്ട് ഇത് എവിടെയാണ്, ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് എന്നാണ്. സ്വാഭാവികമായിട്ട് ഇത് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ഇനി ഇത് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 18 മുതൽ 38 വരെയാണ്. ഇത് അവസാനം വരെ കഴിഞ്ഞ അല്ലെങ്കിൽ ലാസ്റ്റ് നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇനിയും ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് അന്ന് 19,240 34,500 ഇത് 2012 ആ ഒരു ക്രൈറ്റീരിയ അനുസരിച്ചാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം അതിനുശേഷം പേ സ്കെയിലുകളിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ സാലറി സ്കെയിലാണ്. ഇതിനേക്കാളും വളരെ കൂടുതലാണ് സാലറി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത് ആ ഒരു സ്കെയിൽ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതല്ലെന്നുണ്ടെങ്കിൽ നിലവിൽ ഈ ഒരു സ്കെയിൽ ഓഫ് പേ വെച്ചിട്ടുള്ള മറ്റ് തസ്തികകളുടെ സ്കെയിൽ നോക്കിയാലും നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു സാലറിയുടെ ലെവൽ മനസ്സിലാവും. ചെറിയ വ്യത്യാസങ്ങൾ 20 രൂപ 30 രൂപ ഒക്കെ ആണ് ഇതിന് വ്യത്യാസം വരുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിലവിൽ ഈ പറഞ്ഞിരിക്കുന്ന സാലറിക്കാൾ ഉയർന്നതായിരിക്കും സാലറി എന്ന് എടുത്തു പറയാം. ഇനിയും അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇത് ആർക്കൊക്കെ ഇതിന് അപേക്ഷിക്കാം എന്നുള്ളതാണ്. വിദ്യാഭ്യാസ യോഗ്യത ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം ഇതൊരു സ്പെഷ്യൽ ടെക്നിക്കൽ പോസ്റ്റാണ്. അതിൽ MSc മൈക്രോബയോളജി ഉള്ളവർക്ക് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ MSc മൈക്രോബയോളജി ഉള്ളവർക്ക് ചെയ്യാം, ബയോ കെമിസ്ട്രി ഉള്ളവർക്ക് ചെയ്യാം, MSc ഇൻ മെഡിക്കൽ ലാബറട്ടറി ടെക്നോളജി ഓഫ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PSCക്ക് ഇക്വലൻസി ഉള്ള, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഇക്വലൻസി വാങ്ങി ഈ തതുല്യമായ യോഗ്യതയുള്ളവർക്കും ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. അതായത് ഈ ഒരു ചെറിയ മേഖലയിലുള്ളവർക്ക് മാത്രമേ ഇതിന് അപേക്ഷിക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നിലവിൽ ഇങ്ങനെയാണ് സാഹചര്യമെങ്കിലും പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ PSC ഇതിന്റെ ലെവല് മാറ്റിയേക്കാം. അതായത് കെമിസ്ട്രി മുതലായ സബ്ജക്റ്റുകളിൽ തന്നെ പുതിയ ധാരാളം അഡ്വാൻസ്ഡ് സബ്ജക്റ്റുകൾ വന്നതുകൊണ്ട് തന്നെ ഇതിന്റെ രീതികൾ മാറ്റി നോട്ടിഫിക്കേഷനിൽ ഇക്വലൻസി ഉള്ള മറ്റ് സബ്ജക്റ്റുകൾ കൂടി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തസ്തികയെ സംബന്ധിച്ചും ഈ ഒരു തസ്തികയിൽ ആർക്കൊക്കെ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാമെന്നും ആർക്കൊക്കെ സാധ്യതകൾ ഉണ്ടാകാമെന്നും ഇനിയും ഇതിന്റെ സാലറി സ്കെയിൽ എന്താണെന്നും ജോലിയുടെ സ്വഭാവം എന്താണെന്നും ഇതിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന പ്രൊമോഷൻ സാധ്യതകൾ എന്താണെന്നും ഒക്കെ തരുന്ന എൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് ഒരു സൗജന്യ വെബിനാർ ഏണസ്റ്റ് അക്കാഡമി കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വെബിനാർ തികച്ചും സൗജന്യമായിരിക്കും. ഈ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു യോഗ്യതയുള്ളവർ, അതായത് ഈ കൺസേൺഡ് ഇപ്പം ഞാൻ പറഞ്ഞ വിഷയങ്ങളിലെ യോഗ്യതയുള്ളവരും കെമിസ്ട്രി മുതലായ വിഷയങ്ങളിലും ബയോ കെമിസ്ട്രി അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിഫറൻറ്റ് കെമിസ്ട്രി സബ്ജക്റ്റുകളിൽ ബിരുദമുള്ളവരും ഈ ഒരു വെബിനാറിൽ തീർച്ചയായിട്ടും പങ്കെടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സാധ്യതകൾ മനസ്സിലാക്കാനും അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടക്കാനും പറ്റും. ഡേറ്റ് നിങ്ങളെ ഉടൻ തന്നെ അറിയിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ താഴെയുള്ള ലിങ്കിൽ ഗൂഗിൾ ഫോം ഉണ്ടാവും. ആ ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അതിലൂടെ നിങ്ങളെ കൃത്യമായിട്ട് നമ്മൾ പേഴ്സണലി മെസ്സേജിലൂടെ അറിയിക്കുന്നതായിരിക്കും. ഒപ്പം ഒരു വീഡിയോ കൂടി ചെയ്ത് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും, അതായത് ഈ ഒരു യോഗ്യതയുള്ളവരെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത്. അതും കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം ഓപ്പണിങ്ങുകളും ഒപ്പം തന്നെ നിയമനങ്ങളും നടക്കുമെന്ന് കരുതുന്നു. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.